സ്കൂൾ വിദ്യാർത്ഥികളിൽ കായിക സാക്ഷരതാ ഗവേഷണ പദ്ധതിക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ തുടക്കമായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അംഗീകാരമുള്ള പദ്ധതിക്ക് 1.5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുത്ത 3000 വിദ്യാർത്ഥികൾക്കാണ് പരിപാടി. കുട്ടികളിലെ അടിസ്ഥാന ചലനശേഷി, കായികാഭിരുചി എന്നിവയെല്ലാം പഠിക്കും. സർവകലാശാല കായിക പഠന വകുപ്പ് മേധാവി ഡോക്ടർ VP സക്കീർ ഹുസൈനാണ് പദ്ധതിയുടെ കോർഡിനേറ്റർ. 1ാം ക്ലാസ് വിദ്യാർത്ഥികളെ അടുത്ത 4 വർഷത്തേക്ക് പരിശീലിപ്പിച്ചും നിരീക്ഷിച്ചുമാണ് പഠനം. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് 11 സ്കൂളുകളിലെ 850 കുട്ടികളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ യുവാക്കളുടെ കായികക്ഷമത, ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫ് ദ സൊസൈറ്റി. ഒരു കായിക സാക്ഷരത ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ രാജ്യത്തെ ആദ്യത്തെ പ്രോജക്റ്റാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രോജക്റ്റ്. ഇതിനകത്ത് 3000-ഓളം കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. 4 സംസ്ഥാനങ്ങളിലായി കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെ ഈ 4 സംസ്ഥാനങ്ങളിലായി 3000-ഓളം കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുറമെ നിരവധി കോളേജുകളും അതുപോലെ ബയോസയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം ഇതിൻ്റെ പങ്കാളികളാണ്. ഇതിൻ്റെ ലക്ഷ്യം കുട്ടികളെ എങ്ങനെയാണ് ഒരു കായികക്ഷമതയുള്ള കുട്ടികളാക്കുക, എവിടെയൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, എവിടെയൊക്കെയാണ് കുട്ടികൾക്കുള്ളത്, അതെങ്ങനെ നമുക്ക് മറികടക്കാനാകും എന്നുള്ള രീതിയിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനോടുകൂടി നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്.